ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത 72-ാം എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് ഗർഭോ ഞായർ, വലിയ നോമ്പിലെ 2-ാമത്തെ ഞായറാഴ്ച. യേശു തമ്പുരാൻ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യന് സൗഖ്യം നൽകുന്ന സംഭവമാണ് ഇന്ന് സഭ നമുക്ക് പരിചിന്തനത്തിനായി തരിക. ഈ നോമ്പുകാലത്തെ ഞായറാഴ്ചകളിലൊക്കെ കർത്താവിലുള്ള വലിയ വിശ്വാസം ഏറ്റുപറയുന്നവർക്ക് യേശു പ്രത്യേകമായി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതും അത്ഭുതങ്ങളിലൂടെ അവരുടെ ജീവിതത്തിൽ യേശു ഇടപെടുന്നത് നാം കാണുന്നു. വിശ്വാസത്തിന് ലഭിക്കുന്ന വലിയ ഒരു മറുപടിയായിട്ടാണ് ഈ അത്ഭുതങ്ങളെ, ഈ അടയാളങ്ങളെ സഭ പ്രത്യേകമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നോമ്പുകാലത്ത് കർത്താവിൽ ഉള്ള വലിയ വിശ്വാസത്തിൽ നാം ആഴപ്പെടണമെന്നും അങ്ങനെ യേശു കർത്താവാണെന്ന് നാം ഏറ്റുപറയുമ്പോൾ അവിടുത്തെ പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങൾക്ക് പ്രത്യേകമായ അർത്ഥം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുമെന്നും സഭ കരുതുന്നതുകൊണ്ടാണ് അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ ഈ നോമ്പുകാലത്ത് കർത്താവായ യേശു പ്രവർത്തിക്കുന്ന ഓരോ അത്ഭുതവും അല്ലെങ്കിൽ അടയാളം നമ്മുടെ പരിചിന്തനത്തിന്, നമ്മുടെ ധ്യാനത്തിന് നാം വിഷയമാക്കുക. ഇന്ന് ഗർഭോ ഞായറാഴ്ച കുഷ്ഠരോഗിയായ ഒരു മനുഷ്യനെ യേശു സുഖപ്പെടുത്തുന്ന സംഭവം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വചനഭാഗത്തുകൂടി നാം ശ്രവിക്കുകയാണ്. ഇതിൻ്റെ വിശകലനത്തിലേക്ക് നാം കടക്കുന്നതിന് മുമ്പ് ഈ വേദഭാഗം നമുക്ക് പ്രാർത്ഥനാപൂർവം ശ്രവിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വചനഭാഗം. പിന്നീടൊരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു. കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു അവനോട് പറഞ്ഞു, ഇക്കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചതനുസരിച്ച് ജനങ്ങൾക്കുള്ള സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പറയുന്നു. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ, ഗർഭോ ഞായർ എന്ന പേരിൽ കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുന്ന ഈ വേദഭാഗം സമാന്തര സുവിശേഷകന്മാർ 3 പേരും രേഖപ്പെടുത്തിയിട്ടുള്ള യേശുവിൻ്റെ ഒരു അത്ഭുതമാണ്. ഇന്ന് നാം വായിച്ചു കേട്ടത് വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിലെ 12 മുതൽ 16 വരെയുള്ള വചനഭാഗമാണ്. അതിൻ്റെ പാരലായിട്ട് നാം വായിച്ചു കേൾക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വചനഭാഗവും മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനഭാഗവുമാണ്. ഈ വേദഭാഗങ്ങൾ 3ഉം കുഷ്ഠരോഗിയായ ഒരു മനുഷ്യന് യേശു സൗഖ്യം നൽകുന്ന സംഭവം അവതരിപ്പിക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്തു കൂടി പോകുമ്പോൾ യേശു ഒരു പട്ടണത്തിൽ ആയിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണു പ്രാർത്ഥിച്ചു എന്നാണ് ലൂക്ക അവതരിപ്പിക്കുക. ജനക്കൂട്ടത്തിനിടയിലൂടെ യേശുവിനെ കാണുവാൻ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ എത്തുന്നു. കുഷ്ഠരോഗം എന്നുള്ളത് ആ കാലഘട്ടത്തിൽ ഒരു രോഗിയായ മനുഷ്യനെ സമൂഹത്തിൽ നിന്നും അകറ്റുന്ന ഒരു രോഗമാണ്.
ആ രോഗി സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ അനുവാദമില്ല. അവർ അശുദ്ധരാണ് എന്ന് കണക്കാക്കിയിരുന്ന ഒരു സമൂഹം, മറ്റുള്ളവർ അവനെ ഒറ്റപ്പെടുത്തിയിരുന്ന ഒരു അനുഭവം. ഇപ്രകാരം ഒറ്റപ്പെടുത്തപ്പെട്ടിരുന്ന ഈ കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അന്നത്തെ നടപടിക്രമം അനുസരിച്ച് കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ അവൻ ഒരു കൈമണി അടിക്കണമെന്നാണ് നിബന്ധന. അത് കേൾക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവും ഒരു കുഷ്ഠരോഗി കടന്നു വരുന്നു എന്ന്. അവർ വഴി മാറി നടക്കും. ഇപ്രകാരം കുഷ്ഠരോഗിയെ സമൂഹം അന്യരാക്കി വെക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കുഷ്ഠരോഗി പ്രതികൂലമായ സാഹചര്യങ്ങളെ മറികടന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ലൂക്കായുടെ അവതരണം അനുസരിച്ച് ഒരു പട്ടണത്തിലാണ് സംഭവിക്കുക. അനേകം ജനങ്ങളുടെ ഇടയിലൂടെ എങ്ങനെ അവൻ ത്യാഗപൂർവം യേശുവിൻ്റെ അടുക്കലെത്തി എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. മർക്കോസ് പറയുന്നു, അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചുവെന്ന്. ഇവിടെ ലൂക്കാ സുവിശേഷകൻ അതിനപ്പുറം ഒരു മനുഷ്യൻ സാഷ്ടാംഗം പ്രണമിക്കുക, അവൻ്റെ 8 ശരീരഭാഗങ്ങൾ നിലത്തുമുട്ടി സാഷ്ടാംഗം പ്രണമിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശ്വാസത്തോടെ എളിമയോടെ ഒരു വലിയ വ്യക്തിയുടെ മുമ്പിൽ ആദരവറിയിക്കുന്ന ഒരു ശരീരത്തിൻ്റെ പ്രത്യേകമായ ഒരു അവസ്ഥയാണ്. ഇപ്രകാരം സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ അശുദ്ധനാണ് എന്ന് അവൻ തിരിച്ചറിയുന്നു. പക്ഷേ യേശുവിന് മനസ്സായാൽ അവൻ ശുദ്ധനാക്കപ്പെടും. ആ വിശ്വാസം അവനുണ്ട്. യേശുവിൻ്റെ ഹിതം, യേശുവിൻ്റെ മനസ്സ്, അതാണ് അവൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു രോഗി, ആ ദൈവത്തിൻ്റെ ഹിതത്തിന് മുമ്പിൽ തന്നെ സമർപ്പിക്കുന്ന ഒരു വ്യക്തി. പഴയ ഉടമ്പടിയിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവഹിതത്തിന് തന്നെ സമർപ്പിക്കുന്ന അനേകം സംഭവങ്ങൾ, വ്യക്തികളെ നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കും. സമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ കർത്താവ് സമൂവേലിനെ വിളിക്കുന്ന സംഭവം ഗുരുവായ ഏലിയയോട് അവൻ പറയുകയാണ്. ഏലി അതിന് മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്, അത് കർത്താവാണ്, അവിടുന്ന് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ എന്ന്. ദൈവപദ്ധതി എന്തോ അത് നടക്കട്ടെ എന്ന് സമൂവേലിനോട് ഏലി പ്രവാചകൻ പറയുന്ന ഭാഗമാണ് നാം അവിടെ കേൾക്കുക. വീണ്ടും തോബിത്തിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ തോബിത്തിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് നാം വായിക്കുന്നത് ഇപ്രകാരമാണ്, അങ്ങ് ഇഷ്ടാനുസരണം എന്നോട് പ്രവർത്തിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ ഇഷ്ടാനുസരണം എന്നോട് പ്രവർത്തിക്കുക. എൻ്റെ ജീവൻ തിരികെ എടുത്തുകൊള്ളുക, ഞാൻ മരിച്ചു മണ്ണായി തീർന്നു കൊള്ളട്ടെ. തോബിത്ത് 3:6 പ്രകാരം നാം വായിക്കുന്നു. ദൈവം നന്മയ്ക്കായിട്ട് മാത്രമേ എല്ലാം ചെയ്യുകയുള്ളൂ എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിലാണ് തോബിത്ത് പ്രകാരം പ്രാർത്ഥിക്കുക. വീണ്ടും ജോബിന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവേഷ്ടം നിറവേറ്റുവാനായിട്ട് യോബ് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് നാം മഹത്വപ്പെടട്ടെ എന്ന് ജോബ് തന്റെ പുസ്തകം 1-ാം അധ്യായം 20-21 തിരുവചനങ്ങളിൽ പറയുന്നു. ജീവിതത്തിൽ എല്ലാം നൽകിയത് ദൈവമാണെന്നും അവിടുത്തെ പദ്ധതി അനുസരിച്ച് അത് നടക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്ന ജോബിനെയാണ് നമ്മുടെ കണ്ടുമുട്ടുന്നത്. മക്കബായരുടെ പുസ്തകത്തിൽ ഗ്രീക്കുകാരുടെ ആധിപത്യത്തിനെതിരെ യഹൂദരുടെ യുദ്ധമുന്നണിയുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. മക്കബായർ പ്രാർത്ഥിക്കുകയാണ്, ദൈവഹിതം നിറവേറട്ടെ എന്ന്. ദൈവം വിഭാവന ചെയ്യുന്ന തലത്തിൽ വിജയമോ പരാജയമോ ഉണ്ടാകട്ടെ എന്നാണ് അവർ പ്രാർത്ഥിക്കുക. ഈ പഴയ ഉടമ്പടി ഭാഗങ്ങളൊക്കെ ദൈവഹിതത്തിന് മുമ്പിൽ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ പ്രാർത്ഥനയാണ്, ചിന്തകളാണ് അവതരിപ്പിക്കപ്പെടുക. പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നാം ഇപ്രകാരം കാണുന്നു, യേശു പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് സുവിദിതമാണ്. യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ നാം എല്ലാ ദിവസവും ചെല്ലുന്നുണ്ടല്ലോ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന്. ദൈവ തിരുവിഷ്ടം നമ്മുടെ ജീവിതത്തിൽ എന്താണോ അത് നടക്കട്ടെ എന്നാണ് നാം ആ പ്രാർത്ഥനയിൽ ഉരുവിടുക.
ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് യേശു തമ്പുരാൻ തന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. യേശു പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വേദഭാഗമാണ് നാം അവിടെ കാണുക. വീണ്ടും പുതിയ ഉടമ്പടിയിൽ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വരുമ്പോൾ പരിശുദ്ധ അമ്മ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. ദൈവഹിതത്തിന് തന്നെ വിട്ടുകൊടുക്കുന്ന പരിശുദ്ധ കന്യക മറിയം. നാം ഇന്ന് ചിന്തിക്കുന്ന ഈ വേദഭാഗത്ത് ഈ കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് യേശുവിനോട് പറയുകയാണ്, നീ മനസ്സാകുന്നുവെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധേയം. ഒന്ന്, ദൈവത്തിന്റെ ഹിതം എന്താണോ അത് നടപ്പിലാക്കണം, അതിന് തന്നെ വിട്ടുകൊടുക്കും. അതേസമയം തന്നെ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്നവൻ പറയുന്നത് അവൻ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രകടനമാണ്. അവൻ പൂർണ്ണമായ വിശ്വാസിയാണ്. അതുകൊണ്ട് യേശുവിന് അവനെ സുഖമാക്കാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് യേശുവിന് മുമ്പിൽ അവൻ സാഷ്ടാംഗം പ്രണമിക്കുന്നത്, യേശുവിന് മുമ്പിൽ ദൈവത്തിന്റെ ഹിതത്തിന് അവനെ തന്നെ സമർപ്പിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കുന്നത്, കാനായിലെ കല്യാണ വിരുന്നിൽ കഴിഞ്ഞ ഞായറാഴ്ച നാം കണ്ടു, തന്റെ ഏകജാതൻ യേശു ക്രിസ്തു തന്റെ ഏകജാതന് വീഞ്ഞില്ലാത്തൊരവസ്ഥയിൽ ഒരു കുടുംബത്തെ രക്ഷിക്കുവാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്താലാണ് പരിശുദ്ധ കന്യക മറിയം യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നത് അവർക്ക് വീഞ്ഞില്ല എന്ന്. അടുത്ത ഞായറാഴ്ചകളിൽ നാം കാണുന്ന കാനാൻകാരി സ്ത്രീയുടെ മകളെ യേശു തമ്പുരാൻ സുഖപ്പെടുത്തുന്ന സംഭവത്തിലും ഇപ്രകാരം കർത്താവിലുള്ള ആ അമ്മയുടെ വലിയ വിശ്വാസമാണ് ആ കാനാൻകാരിയുടെ മകൾക്ക് സൗഖ്യം നൽകുവാൻ യേശുവിനെ പ്രേരിപ്പിക്കുന്നത്. തളർവാദ രോഗിയായ ഒരു മനുഷ്യനെ അവന്റെ സുഹൃത്തുക്കളെ, അവരുടെ കൂട്ടുകാര്, വിശ്വാസികൾ അവരുടെ വിശ്വാസം കൊണ്ട് എടുത്തുകൊണ്ട് വരുമ്പോൾ അവന് സൗഖ്യം നൽകുന്നത് അവരുടെ പൂർണ്ണ വിശ്വാസം കണ്ടിട്ടാണ്. വിശ്വാസം എന്നുള്ളത് ദൈവത്തിന്റെ ഹിതം നടപ്പിലാകുവാനുള്ള ഏകമാർഗമാണ്. അപ്പോൾ യേശുവിന്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കീഴ്വഴങ്ങിക്കൊണ്ട് അവിടുത്തെ ശക്തിയിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിക്കുമ്പോൾ ദൈവത്തിന് അതിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു. ഇതാണ് ഈ വേദഭാഗത്തു കൂടി അതിൻ്റെ പ്രാരംഭത്തിൽ നാം മനസ്സിലാക്കുന്ന സത്യം. അപ്പോൾ യേശു പറയുന്ന മറുപടി ഇവിടെ ശ്രദ്ധേയമാണ്. യേശു പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. യേശുവിന്റെ മനസ്സ് യേശുവിന്റെ ഇഷ്ടമാണ്, അവിടുത്തെ ശക്തിയുടെ പ്രകടനമാണ്. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ, അവനെ തൊട്ടുകൊണ്ട് പറയുന്ന വാക്കുകളാണ്. മർക്കോസ് വിശേഷകൻ ഈ വേദഭാഗത്ത് യേശുവിന്റെ 3 പ്രവർത്തനങ്ങൾ, അവിടുന്ന് കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചു, അവനോട് പറഞ്ഞു. 3 കാര്യങ്ങൾ. യേശുവിന്റെ ഉള്ളിൽ അവനോട് കരുണ തോന്നുകയാണ്, യേശു കരം നീട്ടുകയാണ്, യേശുവിനെ സ്പർശിച്ചുകൊണ്ട് അവനോട് പറയുകയാണ്. 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങൾ രീതിയിൽ യേശു പ്രവർത്തിക്കുമ്പോൾ അവന് ശുദ്ധി ഉണ്ടാകും. തൽക്ഷണം അവൻ ശുദ്ധനാക്കപ്പെടും. ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തില് യേശു കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധി ഉണ്ടാകട്ടെ. കരുണ തോന്നി എന്നുള്ള ഭാഗം ലൂക്ക അവതരിപ്പിക്കുന്നില്ല എങ്കിലും യേശുവിന്റെ കരുണയുടെ വലിയ ഒരു പ്രകടനമാണ് അവിടുന്ന് അവന്റെ നേൽ കൈ നീട്ടുന്നത്. കുഷ്ഠരോഗിയായ ഒരു മനുഷ്യനെ അവന്റെ സാമീപ്യം പോലും ആഗ്രഹിക്കാത്ത ഒരു സമൂഹത്തിന്റെ മുമ്പിൽ മറ്റുള്ളവർ അന്യരാക്കിയ ആ കുഷ്ഠരോഗിയെ യേശു സ്വന്തമാക്കുകയാണ്. യേശു തന്റെ കരങ്ങള് അവനിലേക്ക് നീട്ടുന്നു. അവന്റെ ശരീരത്തിലുള്ള മുറിവുകൾ അവഗണിച്ചുകൊണ്ട്, അതിനെ പരിഗണിക്കാതെ, അതിന് ദുർഗന്ധമോ അതിന്റെ വലിയ പ്രത്യേകമായ രീതിയിലുള്ള അതിന്റെ കാഠിന്യമോ പരിഗണിക്കാതെ അവനെ സ്പർശിക്കുവാൻ മനസ്സ് തോന്നി. സ്പർശിച്ചുകൊണ്ട് അവനോട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ഇത് കർത്താവായ യേശുവിന്റെ ആ കരം നീട്ടുന്ന വലിയ ഒരു അനുഭവം. യേശയ്യയുടെ പുസ്തകം 50-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ യേശുവിൻ ദൈവരക്ഷകനായ യഹോവയുടെ കരം എപ്പോഴും സംരക്ഷണയുടെ കരമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും.
ആകാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയോ എന്ന് ചോദിക്കുന്ന യേശു. മോശയുടെ ഉയർത്തപ്പെട്ട കരം ഇസ്രായേലിനെ യുദ്ധത്തിൽ വിജയികളാക്കി മാറ്റുന്ന സംഭവം നാം വായിക്കുന്നുണ്ട്. ഇപ്രകാരം പഴയ ഉടമ്പടിയില് ദൈവത്തിന്റെ കരം ദൈവത്തിന്റെ ശക്തിയുടെ, ദൈവത്തിന്റെ വലിയ ഇടപെടലിന്റെ അനുഭവമായിട്ട് മാറുകയാണ്. യേശുവിന്റെ വസ്ത്രത്തിന്റെ വെളുമ്പിലെങ്കിലും ഒന്ന് തൊട്ട് രക്ഷ കിട്ടണമെന്ന് കരുതുന്ന, രോഗസൗഖ്യം ലഭിക്കണമെന്ന് കരുതുന്ന രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയോട് യേശു ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു. ആ ശക്തി ദൈവത്തിന്റെ വലിയ ഒരു സൗഖ്യത്തിന്റെ ശക്തിയാണ്. അതൊരു ശക്തി ജ്വലിച്ചലാണ്, ഒരു സ്നേഹസ്പർശനമാണ്. കുഷ്ഠരോഗിയുടെ മുറിവുകള് യേശുവിന് പ്രതിബന്ധമല്ല. അവന്റെ വിശ്വാസവും അവന്റെ സമർപ്പണവുമാണ് യേശുവിന് മുമ്പിൽ ഏറ്റവും വലുത്. അതുകൊണ്ട് അവൻ കരം നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. കുഷ്ഠരോഗി അശുദ്ധനാണ്. മോശയുടെ നിയമം അനുസരിച്ച് സുഖം പ്രാപിക്കുന്ന കുഷ്ഠരോഗി പുരോഹിതന്റെ സാക്ഷ്യപത്രം വാങ്ങണം. ജനങ്ങൾക്ക് വേണ്ടി വിശുദ്ധീകരണത്തിനായി, അവരുടെ സാക്ഷ്യത്തിനായിട്ട് അവൻ ശുദ്ധീകരണ ബലിയർപ്പിക്കണം. ലേവ്യരുടെ പുസ്തകം 14-ാം അധ്യായം 2 മുതൽ 32 വരെയുള്ള വചനഭാഗത്ത് ഇപ്രകാരം ശുദ്ധീകരണ ബലിയർപ്പിച്ചുകൊണ്ട് കുഷ്ഠരോഗിയായ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചുവെന്ന് സമൂഹത്തെ അറിയിക്കുന്ന ഒരു ശുദ്ധീകരണ ബലിയുണ്ട്. ത്വക്ക് രോഗത്തിന്റെ അശുദ്ധിയെക്കുറിച്ച് ലേവ്യരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. 14-ാം അധ്യായത്തില് ഇപ്രകാരം സുഖം പ്രാപിക്കുന്ന വ്യക്തി എപ്രകാരം നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് മനുഷ്യരുടെ സാക്ഷ്യത്തിനായിട്ട് തന്നെ സമർപ്പിക്കണമെന്ന് കൂടി പറയുന്നുണ്ട്. ഇതിന് വില കൊടുത്തുകൊണ്ട് യേശു അവനോട് പറയുകയാണ്, നീ ഈ കാര്യം ആരോടും പറയരുത്. അവന്റെ കുഷ്ഠം തൽക്ഷണം അവനെ വിട്ടുമാറുന്നു. യേശു അവനോട് പറയുകയാണ്, നീ ഇതാരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. മോശയുടെ നിയമം പാലിക്കുന്ന യേശു പഴയ ഉടമ്പടിയെ തകിടം മറിക്കുവാനല്ല, അതിനെ ഇല്ലാതാക്കുവാനല്ല ഞാൻ വന്നിരിക്കുന്നത്, അതിനെ പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്ന യേശു തമ്പുരാൻ പഴയ ഉടമ്പടിയിലെ യഹൂദ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് യേശു അതിന്റെ മറുവശം മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുക. ഇവിടെ ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിച്ച് അവൻ ശുദ്ധിയുള്ളവനാണെന്ന് ആ സമൂഹത്തെ അറിയിക്കുവാനായിട്ട് പുരോഹിതന്റെ അടുക്കൽ പോകുക എന്നുള്ള വലിയ നിബന്ധനകള് ആഹ്വാനം കൊടുത്തുവിടുന്ന യേശുവിന്റെ വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ് യേശു അവനോട് പറയുന്നത്, നീ ഇതാരോടും പറയരുത് എന്ന്? ഇത് യേശുവിന്റെ രക്ഷാകര സംഭവങ്ങളില് മറ്റുള്ളവർ അറിയുമ്പോൾ യേശുവിന്റെ പ്രവർത്തനങ്ങൾ പ്രതിബന്ധമായി യേശുവിന് മുന്നോട്ട് പ്രവർത്തിക്കാൻ പറ്റാതെ വരുമെന്ന് ഉള്ള തിരിച്ചറിവുണ്ട്. അതുകൊണ്ടാണ് അമ്മയോട് പറയുന്നത്, കാനായിലെ കല്യാണ വിരുന്നില് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ എൻ്റെ സമയം ഇനിയുമായിട്ടില്ല എന്ന്. സ്ത്രീയെ, എനിക്കെന്ത് നിനക്കെന്ത് ചോദിച്ചിട്ട് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. യേശുവിന് ഈ ലോകത്തിൽ അല്പം കൂടി പ്രവർത്തിക്കുവാനുണ്ട്, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുണ്ട്. അതുകൊണ്ട് സമയം ആയിട്ടില്ല എന്ന്, മഹത്വീകരണത്തിന് സമയമായിട്ടില്ല എന്ന് യേശു പറയുന്നു. ഇവിടെ പറയുകയാണ്, നീ ഇതാരോടും പറയരുത്. അതിന്റെ കാരണം യേശുവിന്റെ പരസ്യ ജീവിത പ്രവർത്തനങ്ങൾക്ക് അന്ത്യം കുറിച്ചിട്ടില്ല, അതിനുള്ള സമയം വേണം. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുക. മറ്റൊരു വ്യാഖ്യാനം അനുസരിച്ച് സുവിശേഷകന്മാര് നീ ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് കൂടുതൽ അവർ പറഞ്ഞു പരത്തും. അത് യേശുവിനെ കുറിച്ചുള്ള യേശു ദൈവപുത്രനാണ്, ശക്തിയുള്ളവനാണെന്ന് സമൂഹത്തെ അറിയിക്കും എന്നുള്ള വലിയ ബോധ്യത്താൽ സുവിശേഷകന്മാരുടെ ഒരു പ്രത്യേകമായ സമീപനമാണ്, ഒരു തന്ത്രമാണ് ഇത് എന്ന് പറയുന്ന വ്യാഖ്യാതാക്കളുണ്ട്. ആരോടെങ്കിലും നാം എന്തെങ്കിലും പറയരുതെന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ പ്രസിദ്ധി കിട്ടും സാധാരണ രീതിയിൽ. യേശു അവനോട് പറയുകയാണ്, ഇതാരോടും പറയരുത്. എന്നാൽ യേശുവിന്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേ ഉള്ളൂ. മറ്റുള്ളവരോട് അവൻ പറഞ്ഞു കാണും എന്നുള്ളതാണ് ഇവിടെ ഒന്ന് മനസ്സിലാക്കുക. യേശു പ്രവർത്തിച്ച ഈ വലിയ അത്ഭുതം, അടയാളം ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തി, അവരുടെ അറിവിലേക്ക് ഇത് കടന്നു വന്നു. അവനെ കുറിച്ചുള്ള കീർത്തി പൂർവാധികം വ്യാപിച്ചു.
യേശുവിന്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും അനേകർ അവിടെ തിങ്ങിക്കൂടുവാൻ തുടങ്ങി. എന്നാൽ യേശു ആ പട്ടണത്തിൽ നിന്നില്ല. മർക്കോസ് സുവിശേഷകൻ പറയുന്നു, അവൻ അവിടെ കൂടുതൽ പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത വിധം ജനങ്ങൾ അവിടെ തിങ്ങിക്കൂടുകയാണ്. അവൻ വിജന സ്ഥലത്തേക്ക് പിന്മാറി. ലൂക്കാ സുവിശേഷകനും പറയുകയാണ്, ആളുകൾ തിങ്ങിക്കൂടിയപ്പോൾ അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ വിജന പ്രദേശത്ത് പ്രാർത്ഥിക്കുന്ന യേശു ആൾക്കൂട്ടത്തിൽ നിന്നും മാറി പിതാവാം ദൈവവുമായിട്ടുള്ള ബന്ധത്തില് പ്രാർത്ഥിച്ച് ശക്തി സംഭരിച്ച് തന്റെ പരസ്യ ജീവിത പ്രവർത്തനങ്ങൾക്ക് ശക്തി സംഭരിക്കുന്ന ഒരു യേശുവിനെ സുവിശേഷങ്ങളിൽ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. അവൻ പകൽ മുഴുവൻ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പ്രസംഗിക്കുകയും വിവിധങ്ങളായ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങൾ പങ്കിടുകയും ചെയ്തിട്ട് സായാഹ്നകാലങ്ങളില് രാത്രികാലങ്ങളില് ആൾക്കൂട്ടമില്ലാത്തിടത്ത് ഒരുമിച്ച് ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സംഭവങ്ങൾ വേദപുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇപ്രകാരം കർത്താവായ യേശുവിന്റെ ഈ വാക്കുകൾ അവനെ ശുദ്ധനാക്കുന്ന ഈ സംഭവം, എല്ലാവരും ഒറ്റപ്പെടുത്തിയവനെ, അന്യവൽക്കരിച്ചവനെ യേശു സ്വന്തമാക്കുന്നു. ആരും തൊടാൻ മടിക്കുന്ന കുഷ്ഠരോഗിയുടെ ശരീരത്തിൽ മുറിവുകളിൽ തൊട്ട് സൗഖ്യം നൽകുന്ന യേശു, തന്റെ കരുണ അവനിലേക്ക് ചൊരിയുന്ന യേശു, അവന്റെ വിശ്വാസത്തിന് കൊടുക്കുന്ന വലിയ മറുപടി, ഈ കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് നാം ഇപ്രകാരം സാധാരണ ഒരു മനുഷ്യന്റെ പ്രതികരണം യേശുവിന്റെ ദൈവികത്വം അംഗീകരിക്കപ്പെടുവാൻ ഉപയോഗിക്കുന്ന സുവിശേഷകന്റെ ഒരു തന്ത്രമായിട്ട് ഇതാരോടും പറയരുത് എന്നുള്ള വ്യാഖ്യാനം യേശുവിന്റെ മിഷൻ പ്രവർത്തനത്തിൽ അതിന്റെ പ്രതികൂലമായി ഇപ്രകാരമുള്ള ഈ സംഭവം ബാധിച്ചുവെങ്കിലും യേശുവിന്റെ പ്രവർത്തനം അവിടെ തുടരുകയാണ്. അനേകർക്ക് സൗഖ്യം നൽകുകയാണ്. അവൻ വിതര സ്ഥലങ്ങളിലേക്ക് മാറി പ്രാർത്ഥിക്കുന്നുവെങ്കിലും തന്റെ കരുണയുടെ മുഖം അവിടെ നിന്ന് മറയ്ക്കാതെ മനുഷ്യർക്ക് സൗഖ്യം നൽകുന്നു. അനേകർ അവന്റെ വാക്ക് കേൾക്കുന്നതിന്, അവനിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നതിന് വന്നുകൊണ്ടിരുന്നു എന്നുകൂടി നമ്മൾ വായിക്കുകയാണ്. ഇപ്രകാരം ഈ നോമ്പുകാലത്തെ ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും സഭ പ്രത്യേകമായി പരിചിന്തനം ചെയ്യുമ്പോൾ യേശുവിനുള്ള വലിയ വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിന് നമ്മോട് സഭ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ വിശ്വാസപൂർവം തന്നെ സമർപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ വലിയ കൃപയും അനുഗ്രഹം ലഭിക്കുമെന്ന് കുഷ്ഠരോഗിയായ മനുഷ്യന് ലഭിക്കുന്ന സൗഖ്യത്തിലൂടെ സഭ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, വിശ്വാസിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ദൈവം കാരുണ്യവാനാണ്, ദൈവം സൗഖ്യദാതാവാണ് എന്നുള്ള ഈ വലിയ സത്യങ്ങള് ഈ സംഭവത്തിന്റെ വലിയ പശ്ചാത്തലത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സമൂഹം വിലക്കിയാലും ദൈവവിശ്വാസവും പ്രത്യാശയും നാം സൂക്ഷിക്കണമെന്ന് ഈ കുഷ്ഠരോഗി നമ്മെ പഠിപ്പിക്കുന്നു. സമൂഹത്തിലെ നിയമങ്ങൾ അനുസരിച്ച് യേശുവിനെ സമീപിക്കുവാൻ അവന് പറ്റുകയില്ല. ആ പ്രതികൂല സാഹചര്യങ്ങളെ അവൻ മറികടന്നുകൊണ്ട്, അതിന്റെ ആ വിലക്കുകളെ മറികടന്നുകൊണ്ട് അവന്റെ അടിയുറച്ച വിശ്വാസത്തിൽ പ്രത്യാശയിൽ യേശുവിനെ അവൻ സമീപിച്ചപ്പോൾ അവൻ ശുദ്ധിയുള്ളവനായി മാറി. വിശ്വാസം വിലക്കുകൾക്ക് അപ്പുറം പോകണം. നാം വിശ്വാസികളാണെന്ന് പറയുമ്പോൾ ആ വിശ്വാസം പ്രകടിപ്പിക്കുവാനുള്ള വിലക്കുകൾ ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാം. ഇപ്പോൾ ക്രിസ്തീയ സമൂഹം ഇപ്രകാരമുള്ള അനേകം വിലക്കുകൾ നേരിടുന്ന ഒരു സമൂഹമായി മാറി. നമ്മുടെ ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളില് ക്രിസ്തീയ വിശ്വാസം ജീവിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനും അത് മറ്റുള്ളവർക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സാധിക്കാത്തൊരു സാഹചര്യത്തില് പ്രകാരമുള്ള പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് തങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നതിനുള്ള ക്രിസ്തീയ സാക്ഷികളായി മാറുവാൻ നമുക്ക് സാധിക്കണം. ഇതാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്ന മറ്റൊരു സന്ദേശം. നാം ഈ വേദഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവിലുള്ള ആ വലിയ വിശ്വാസം പ്രകടിപ്പിച്ച കുഷ്ഠരോഗിയെ പോലെ നമ്മുടെ ആത്മീയ ജീവിതയാത്രയില് നമ്മുടെ കർത്താവിന്റെ വലിയ ശക്തിയിലുള്ള ഒരു ആശ്രയബോധം, അവിടുത്തെ വലിയ കഴിവിലുള്ള ഒരു വിശ്വാസം, നമ്മളെ സമർപ്പിക്കുവാനുള്ള എളിമ, സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിനക്ക് സാധിക്കുമെന്ന് ഏറ്റുപറയുവാനുള്ള എളിമ, അതുപോലെ കർത്താവിനുള്ള ഉറച്ച വിശ്വാസം നമുക്ക് സ്വന്തമാക്കാം. അങ്ങനെ വിശ്വാസികളായി മാറിക്കൊണ്ട് കർത്താവിന്റെ കരുണയ്ക്കും കൃപയ്ക്കും മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നാം ശാരീരികമായി കുഷ്ഠരോഗം ബാധിച്ചവരായിരിക്കുകയില്ല. ആത്മീയമായ ഇപ്രകാരമുള്ള മ്ലേച്ഛതകളാല് നമ്മൾ കുഷ്ഠരോഗിക്ക് തുല്യരായി ജീവിക്കുമ്പോൾ കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ വലിയ സൗഖ്യദായകമായ
പാപവിമോചന ഉദാശയ്ക്ക് അണയുന്നതിന്, ശുദ്ധിയുള്ളവരായി മാറുന്നതിന്. അങ്ങനെ ശുദ്ധിയുള്ളവരായി മാറിക്കഴിയുമ്പോൾ സഭയുടെ നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് ആ ശുദ്ധി അംഗീകരിച്ചേറ്റു പറയുന്നതിന് നമുക്ക് സാധിക്കണം. കുഷ്ഠരോഗിയായ മനുഷ്യൻ പുരോഹിതന് തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് മോശയുടെ നിയമത്തിൽ പറയുന്ന നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് സാക്ഷിയായി തന്നെ സമർപ്പിച്ചതുപോലെ ഈ ക്രിസ്തീയ കൂട്ടായ്മയിൽ സാക്ഷികളായി മാറുവാൻ ദൈവമേ വിശ്വാസത്തിൽ അടിയുറയ്ക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗർഭോ ഞായറാഴ്ച നമുക്ക് ആചരിക്കാം. ദൈവം നമ്മെ വിശ്വാസത്തിന്റെ സോപാനങ്ങളിലേക്ക് നയിക്കട്ടെ. കൃപകളാൽ അനുഗ്രഹങ്ങളാൽ നമ്മെ സമ്പുഷ്ടരാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.